കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതായിരിക്കും നമ്മളായിരിക്കും കൂട്ടുകാരുമായിട്ട് കൂടുതൽ കണക്റ്റ് ആക്കുന്നത്. എന്താണ് ബ്രോ, നാട്ടിലല്ലേ, സുഖമല്ലേ, അവിടെ അടിച്ചു പൊളിക്കുകയില്ലേ, എന്താണ് ഇപ്പോഴത്തെ നാട്ടിലെ വിശേഷം എന്ന് ചോദിക്കുന്നവരോട്, നാട്ടിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ ശോകമാണ്. ഇപ്പം നാട്ടിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ്. എൻ്റെ ഒരു അവസ്ഥ പറയാവുന്നത് തീർത്തും ഒറ്റയ്ക്കാണ്. പണ്ട് കുറേ കൂട്ടുകാരും കാര്യങ്ങളും എല്ലാം കൂടി ഉള്ളൊരു വൈകുന്നേരങ്ങളും അല്ലെങ്കിൽ ഓരോ ചായ കുടിയും അല്ലെങ്കിൽ ഓരോ സംസാരങ്ങളും അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ എല്ലാം കൊണ്ടും സന്തോഷമായിരുന്നു ഒരു സമയത്തൊക്കെ. ആ ഒരു സമയമൊക്കെ മാറി ഇപ്പം തീർത്തും ഒറ്റയ്ക്കാണ്. എല്ലാവരും ഓരോരോ തിരക്കും കാര്യങ്ങളുമായിട്ട് ഒരാൾ പോയി, രണ്ടാൾ പോയി, മൂന്നാൾ പോയി, അങ്ങനെ ഉള്ളവരെല്ലാവരും ഒന്ന് പോയി. ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന അവസ്ഥ വൻ ഷോവാണ്. നമ്മൾ ഈ നേരം പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ് ഒരു സമയത്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ജോലിയും കാര്യങ്ങളും ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ആരും ഇല്ലെങ്കിൽ ഇതിനൊന്നും ഒരു സുഖമില്ല. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ പുറത്തെങ്ങനെയാണോ ഒറ്റപ്പെട്ടിരിക്കുന്നത് സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നാട്ടിൽ. നമ്മുടെ നാട്ടിലെ അവസ്ഥ അത് തന്നെയാണ്. എല്ലാവരും പൈസയും കാര്യങ്ങളും ജോലിയും എല്ലാമായിട്ടാണ് പുറത്ത് പോകുന്നത്. തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള തിരിച്ച് നാട്ടിലോട്ട് തന്നെ വരിക. എത്ര നാൾ നമ്മൾ ഒരുമിച്ച് കാണും ഇല്ലയെന്നൊന്നും ആർക്കും ഒരു ഉറപ്പോ കാര്യങ്ങളോ ഇല്ല. നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റുന്ന സമയമുണ്ടെങ്കിൽ തിരിച്ചു വരിക. നമ്മുടെ നാടല്ലേ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, നമ്മുടെ കൂട്ടുകാരല്ലേ, അവരുമായിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് മാക്സിമം ഒരു ജീവിതം ഒരു തലമാകുമ്പോൾ മാറും. എങ്കിൽ പോലും നാട്ടിലോട്ടൊക്കെ വരിക. നാട് കളഞ്ഞിട്ട് പോകല്ലേ.